ഹായ് ഓൾ, ഐ എം ഡോക്ടർ ഹസൻ ജവഹർ, നിങ്ങളുടെ ഹോമിയോപ്പതിക് സൈക്യാട്രിസ്റ്റ്. പിന്നെ ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള കാര്യം പുരുഷന്മാരുടെ മാനസികാരോഗ്യത്തെ പറ്റിയാണ്. സ്ത്രീകളുടെ മാനസികാരോഗ്യത്തെ പറ്റി എന്തായാലും ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആരും എന്നെ പഞ്ഞിക്കിടരുത്. ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് പുരുഷന്മാരുടെ പറ്റിയാണെന്ന് മാത്രം. ഈ പുരുഷന്മാരുടെ മാനസികാരോഗ്യം എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ ദൈവം ഉണ്ടാക്കിയിരിക്കുന്ന രീതി നമ്മളൊന്നിങ്ങനെ അസസ് ചെയ്യണം. അത് അസസ് ചെയ്തെങ്കിൽ മാത്രമേ ഇവർക്ക് എന്താ വേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ പുരുഷന്മാർ തന്നെ അവർക്ക് എന്താ വേണ്ടത് എന്നറിയാതെ ഇങ്ങനെ പരതി നടക്കുന്ന പലരെയും നമുക്ക് കാണാം. പലരെയും ട്രാക്കിൽ നിർത്തുന്നത് അവരുടെ ഭാര്യമാരാണ് പലപ്പോഴും. കാരണം ഭാര്യമാർക്ക് കുറച്ചുകൂടി ക്ലിയർ പിക്ചർ ചിലപ്പോൾ ഉണ്ടാവും. നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത്, ഇത് ചെയ്യല്ലേ, ഇന്ന ആളെ വേണ്ട, അയാൾ ഒഴിവാക്കുക, ഇതൊക്കെ പറയണമെങ്കിൽ അത് ഭാര്യമാരെന്നെ പറയേണ്ടി വരും. പുരുഷന്മാർ പൊതുവേ യൂഷ്വലി പാവങ്ങളാണ്, അത്ര ക്രുക്കടല്ല. എന്ന് പറഞ്ഞാൽ സ്ത്രീകളിലും പാവങ്ങളുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. എന്നാലും സ്ട്രെയിറ്റ് ഫോർവേഡ് മനുഷ്യരാണ്. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളുകൾ ഇതിൽ അല്ലാത്ത ആളുകളുണ്ട്, അതല്ല ഞാൻ പറയുന്നത്, യൂഷ്വലി ജനറലി പറയാണ്. അപ്പോൾ ഈ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ വണ്ടിക്കാളെ പോലെയാണ്. ഇവരിങ്ങനെ പണിയെടുക്കുക, ത്യാഗം സഹിക്കുക, മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഇത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഇത് ചെയ്യാൻ ഇവർ ഇഷ്ടപ്പെടുന്നത് ആക്ച്വലി ദൈവം ഇവരെ അങ്ങനെ ക്രിയേറ്റ് ചെയ്തത് കൊണ്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതുപോലെ ഈ പുരുഷനെ സപ്പോർട്ട് ചെയ്യാൻ അവൻ്റെ ഫാമിലി ആയിട്ടുള്ള കാര്യങ്ങൾ, അവൻ്റെ മക്കളുടെ കാര്യങ്ങൾ, അവൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം സ്ത്രീകളെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സ്ത്രീകളെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊണ്ട് അതിന് ശേഷം അവരൊരു ജോലിക്ക് പോകുന്നതിലോ മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതിലോ ഒന്നും തെറ്റില്ല. പക്ഷെ അവരുടെ പ്രൈമറി ഡ്യൂട്ടി അവർ ചെയ്യണം. ഇങ്ങനെ രണ്ട് ഡ്യൂട്ടി തിരിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും അടി സംഭവിക്കും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അടി മുഴുവൻ. ഈ സംഗതി തിരിച്ചിട്ട് തന്നെ ഈ ബേസിക് സ്ട്രക്ചറിൽ മാറ്റം വരുത്താതെ നിങ്ങൾ എന്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്താലും നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒന്നും യൂഷ്വലി വരില്ല. അപ്പോൾ അതിൽ നമ്മൾ പുരുഷന്മാർ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളുണ്ട്, സ്ത്രീകൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു പുരുഷൻ്റെ മാനസികാരോഗ്യം എന്ന് പറഞ്ഞാൽ അതിന് ഉറക്കിന് നല്ലൊരു റോളുണ്ട്, അവൻ്റെ ഫുഡിന് നല്ലൊരു റോളുണ്ട്, അവൻ്റെ ഡെയിലി ചിട്ടക്ക് നല്ലൊരു റോളുണ്ട്. നമ്മൾ കാണുന്ന എത്രയോ ആളുകളുണ്ട് ഒരു എബവ് 50, എബവ് 60, ഞാൻ അറിയുന്നത് 60+ ആയിട്ടുള്ള ആളാണ്, വളരെ ഫിറ്റായിട്ട് നല്ല മാനസികാരോഗ്യത്തോടു കൂടി നല്ല ക്ലിയറായിട്ട് സംസാരിക്കുകയും നെഗറ്റീവ് അടിക്കാതിരിക്കുകയും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ, നമ്മളെന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ തന്നെ മൂപ്പരത് പോസിറ്റീവാക്കി മാറ്റും. ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. അത് വരുന്നത് അവരുടെ ചിട്ടയിൽ നിന്നാണ്, അവരുടെ ബാലൻസ്ഡ് ലൈഫിൽ നിന്നാണ്. ബാലൻസ്ഡ് ലൈഫ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൽ ഫാമിലിക്ക് കൊടുക്കേണ്ട ടൈം ഫാമിലിക്ക് കൊടുക്കണം, ബിസിനസ്സിന് കൊടുക്കേണ്ട ടൈം ബിസിനസ്സിന് കൊടുക്കണം, മക്കൾക്ക് കൊടുക്കേണ്ട ടൈം മക്കൾക്ക് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ കൊടുക്കേണ്ടവർക്ക് വേണ്ട സമയം കൊടുക്കാതിരുന്നാൽ നമ്മൾ ഏതെങ്കിലും ഒന്ന് മാത്രം വളരും. അപ്പം ഞാൻ മുന്നേ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ എഫേർട്ട് ഇടുമ്പോൾ, നിങ്ങൾ ബിസിനസ്സിലാണ് എഫേർട്ട് ഇട്ടതെങ്കിൽ ബിസിനസ് നല്ല ഉഷാറാവും. അപ്പോൾ പിന്നെ ഫാമിലിക്ക് നിങ്ങൾ കൊടുക്കാത്ത സമയത്തിനനുസരിച്ച് ഫാമിലി ഇങ്ങനെ താഴോട്ട് പോകും. നിങ്ങൾ ഫാമിലിക്കാണ് കൂടുതൽ ടൈം കൊടുക്കണം. അങ്ങനത്തെ കുറേ പുരുഷന്മാരുണ്ട്, ഫാമിലിക്ക് വേണ്ടി എല്ലാം നടത്തും, അതിന് വേണ്ടി ജോലി ലീവാക്കും, അതിന് വേണ്ടത്ര ശ്രദ്ധിക്കൂല. അപ്പോൾ ബിസിനസ്സും ജോലിയൊക്കെ എന്താവും, താഴോട്ട് പോകും. നമ്മളുടെ ഫാമിലി അവരായിട്ടുള്ള ബന്ധമൊക്കെ നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ പോകണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു ചിട്ടയാണ്. രാവിലെ എണീക്കുമ്പോൾ തൊട്ട് എക്സസൈസ് തൊട്ട് നമ്മളെ സമയത്തിനുള്ള ഭക്ഷണം തൊട്ട് നമ്മൾ ബിസിനസ്സിന് എത്ര ടൈം കൊടുക്കണം, അത്രയും ഒരു 24 മണിക്കൂറിൽ നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. കാരണം നിങ്ങൾ എത്ര ടൈം കൊടുത്താലും, നിങ്ങൾ എന്തൊക്കെ സക്സസ് നേടിയാലും ഇവഞ്ച്വലി നിങ്ങളുടെ ടൈം വരുമ്പോൾ നിങ്ങൾ പോകണം. അപ്പോൾ പോകുന്നതിന് മുമ്പുള്ള സമയം മാത്രമേ നിങ്ങൾക്ക് ഭൂമിയിൽ ആസ്വദിക്കാനുള്ളൂ. അപ്പോൾ ആ സമയത്ത് തന്നെ നിങ്ങളെല്ലാം ആസ്വദിച്ചേ പറ്റൂ. നിങ്ങൾക്ക് ആരോഗ്യമുള്ള സമയത്തേ നിങ്ങൾക്ക് ഒരു ഹൈക്ക് ചെയ്തൊരു സ്ഥലത്ത് പോയി കാണാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് ആരോഗ്യമില്ലാത്തൊരു സമയത്ത് നിങ്ങൾ പൈസ ഒക്കെ ഉണ്ടാക്കിയതിനു ശേഷം നിങ്ങൾക്ക് കഴിയില്ല. അപ്പം ഓരോരുത്തരും എല്ലാവർക്കും ഹൈക്ക് ചെയ്യാനല്ല കേട്ടോ ആഗ്രഹം. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ. എല്ലാവർക്കും സ്വിറ്റ്സർലാൻഡിൽ പോകാനാണ് താല്പര്യം, എല്ലാവർക്കും ഏതെങ്കിലും മലമുകളിൽ കുത്തിപ്പിടിച്ച് കയറാനാണ് താല്പര്യം. അങ്ങനെയല്ല. ചില ആൾക്കാർക്ക് വീട്ടിലിരുന്നിട്ട് മറ്റേ നെറ്റ്ഫ്ലിക്സോ അല്ലെങ്കിൽ ഇതിലേതെങ്കിലും സീസൺ കാണുന്നതും അങ്ങനെ താല്പര്യമുള്ള ആളുകളും ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും റീചാർജ് ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ്. നമ്മളെ റീചാർജ് ചെയ്യുന്ന രീതി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് ചെയ്യുക. ചില ആൾക്കാരുണ്ട് മീനിൽ ചങ്ങായിമാരൊക്കെ ഒപ്പം പോയിട്ട് തോട്ടിൽ പോയിട്ട് മീൻ പിടിച്ചിട്ട് നല്ല ഹാപ്പി ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഫ്രണ്ട്സുമായിട്ട് ചായ കുടിക്കാൻ വേണ്ടി ഹൈദരാബാദ് പോയ ആൾക്കാരൊക്കെ ഉണ്ട്.
അങ്ങനെ ഒരു ദിവസേ രാവിലെ ഇറങ്ങിയിട്ട് വണ്ടിയിലാണ്ട് വിട്ടു, ഹൈദരാബാദ് പോയിട്ട് അവിടെ ഒരു ഫേമസ് ടീൻ്റെ ആ ചായ കുടിച്ചിട്ട് തിരിച്ചു വരിക, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ലോകം കറങ്ങലാണ് ഇഷ്ടം. ഇങ്ങനെ ഓരോരുത്തർ, ഞാൻ നാളെ ഒരു സൂപ്പർ മാർക്കറ്റ് പോയപ്പോൾ അവിടെ നിന്ന് ഈ ഫിഷ് കട്ട് ചെയ്യുന്ന ഒരാളിങ്ങനെ പരിചയപ്പെട്ട ആളുടെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞു, എനിക്ക് ടൂറ് പോകണ ഇഷ്ടമല്ല, എനിക്ക് എത്രയോ അവസരങ്ങളുണ്ടായിരുന്നു ടൂറ് പോകണം, പക്ഷേ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമ്മളെന്തായാലും എന്താ പറയുക, യാത്ര എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. ചിലർക്ക് താല്പര്യമില്ല, എന്താ ചെയ്യുക. എനിക്ക് ക്രിക്കറ്റ് തീരെ ഇഷ്ടമല്ല, ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ്, അപ്പം ഞാൻ ക്രിക്കറ്റ് ഇഷ്ടപ്പെട്ടേ പറ്റൂ എന്ന് പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും ഓരോ താല്പര്യം ഉണ്ടാവും. അത് ഞാൻ മുന്നേ പറഞ്ഞ മാതിരി നമ്മളുടെ ഇൻഡിവിജ്വാലിറ്റിയുടെ ഭാഗമാണ്. അപ്പം ആ ഇൻഡിവിജ്വാലിറ്റിയെ നമ്മൾ എത്രത്തോളം ചെറിഷ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് സൂപ്പറാവാൻ പറ്റും. അപ്പം നമ്മളെ ഇൻഡിവിജ്വാലിറ്റി എന്താണ്, നമ്മളുടെ താല്പര്യങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കുകയും അതിനനുസരിച്ച് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യണം. നമ്മൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം, നമുക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം, മക്കൾക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം, ബിസിനസ്സിന് വേണ്ടിയിട്ടും ടൈം സ്പെൻഡ് ചെയ്യണം, പാരൻസിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങളൊരു ചിട്ടപരമായി ജീവിച്ചെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. നിങ്ങളൊരു 1 വീക്ക് പ്ലാൻ ഉണ്ടാക്കണം. ആ 1 വീക്കിൽ നിങ്ങളെ പാരൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ, നിങ്ങളെ സിബ്ലിങ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ, നിങ്ങളെ വൈഫിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ, നിങ്ങളെ മക്കളെ സാറ്റിസ്ഫൈ ചെയ്യാൻ, നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഇത്രയും പ്ലാനുകൾ പ്ലസ് നിങ്ങളുടെ ബിസിനസ് വേണ്ട നിങ്ങൾ ചെയ്യാം. ഇത്രയും ഇങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ടൊരു 1 വീക്ക് പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഈ പ്ലാനിൽ നിങ്ങൾ ഇങ്ങനെ ഓടി നോക്കി. അപ്പോൾ ഇവഞ്ച്വലി ഓരോ മാസം കഴിയും തോറും നിങ്ങൾ ഹാപ്പിയർ ആൻഡ് ഹാപ്പിയർ ആയിട്ട് ഇങ്ങനെ വരും. അങ്ങനെയാണ് നമ്മൾ സന്തോഷം സുസ്ഥിരമായിട്ട് ഉണ്ടാക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു നല്ല ഈ ബിസിനസ്സൊക്കെ നടത്തിയിട്ട് നിങ്ങൾ കുറേ പൈസ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നല്ലൊരു വണ്ടി വാങ്ങുമ്പോൾ നിങ്ങൾ നല്ല ചിരിച്ച് കിടക്കും, ഒരാഴ്ച ഇങ്ങനെ കഴിയുമ്പോൾ പോവുകയും ചെയ്യും. അതല്ല, വണ്ടി പോകുമ്പോൾ എവിടെയെങ്കിലും ചാരിയാലും മതി, അതിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പം അതിൻ്റെ മുകളിലൊന്നും വെറുതെ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കരുത്. അതിൽ താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവാം, അവർക്ക് ചെയ്യാം, പക്ഷെ അതൊക്കെ ടൈം എടുത്ത് ടൈം സ്പെൻഡ് ചെയ്ത് ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട്. അത് ദൈവം എനിക്ക് അനുവദിക്കുമ്പോൾ എനിക്കത് കിട്ടും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കണം. അങ്ങനെ നിങ്ങളൊരു ബാലൻസ്ഡ് ഉണ്ടാക്കിയാൽ മാത്രമേ മനുഷ്യൻ്റെ അല്ലെങ്കിൽ പുരുഷൻ്റെ മാനസിക ആരോഗ്യം നമുക്ക് നിലനിർത്താൻ കഴിയുള്ളൂ. ഓക്കെ.